അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുന്ന ഡിബേറ്റിലേക്ക് സ്വാഗതം. والحق هو الثابت الباقي الذي لا يزول إن الباطل لا بقاء له ولا ثبات. പ്രിയമുള്ളവരെ, ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം റഹ്മത്തുള്ള ഖാസിമിയുടെ ഒരു ക്ലിപ്പ് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. മുൻകാലത്ത് എഴുതി വെച്ചത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്ത് പ്രശ്നമാണ്? തിരുത്തുന്നേരം എന്താണ്? ഇതല്ലേ സത്യം? ഇവിടെ ബുഖാരി പറഞ്ഞത് തന്നെ ശരിയാക്കുക എന്നതല്ലല്ലോ, നബിയുടെ ശരിയാണെന്ന് അറിയിച്ചു കൊടുക്കല്ലേ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഴിക്കപ്പെട്ടാലും വേണ്ടില്ല, ബുഖാരി അത് ശരിയാക്കണം. അത് ഇവിടുത്തെ ന്യായമാണ്. അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബുഖാരി തെറ്റാന്ന് പറഞ്ഞാൽ പിന്നെ പലതും നമുക്ക് തെറ്റാന്ന് പറയേണ്ടി വരും. അല്ല, ഞാൻ തെറ്റ് ശരിയെന്ന് പറയല്ല, തെറ്റിലേക്ക് ഇനിയും നമ്മൾക്ക് ചർച്ച നടത്തിയിട്ട് കണ്ടെത്തിയ ഒരു വസ്തുത കണ്ടെത്തിയാൽ ബുഖാരി നബി അല്ലല്ലോ, ശംസുല്ലമ അല്ലെങ്കിൽ ബുഖാരി അല്ലെങ്കിൽ മഖ്ദൂം ഒരു കാര്യം പറഞ്ഞാൽ തെറ്റാവുന്നതിന് എന്താ പ്രശ്നം? ഞാൻ ആ ക്ലിപ്പ് കണ്ടപ്പോൾ അതിൻ്റെ മുഴുവനായ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടു നോക്കി. വളരെ ഭീമാബദ്ധമാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് മാത്രമല്ല, ദീനിൻ്റെ അടിസ്ഥാന പ്രമാണത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ളതായിപ്പോയി അത് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പല നേതാക്കളോടും വിളിച്ച് ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് സംസാരിക്കുകയും അവരുടെ തീരുമാനം എന്താണെന്ന് ആരായുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ അവർ ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തോട് ഈ കാര്യത്തിൻ്റെ ഗൗരവം ധൈര്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ഉടനെ മാപ്പ് പറയുമെന്നും അവർ അറിയിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാപ്പ് കാണുന്നില്ല എന്ന് മാത്രമല്ല, അതിനുശേഷവും അദ്ദേഹം സമസ്തയുടെ അനിഷേധ്യനായ അമരക്കാരൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ടും മറ്റുമൊക്കെയുള്ള വോയിസുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തതായി അറിയാൻ സാധിച്ചു. ഈ അവസരത്തിൽ ഈ കാര്യം ജനങ്ങളോട് തുറന്നു പറയുകയും ആളുകളെ വിഷയം തര്യപ്പെടുത്തുകയും ചെയ്യണമെന്ന് തോന്നി. കാരണം ഹക്കീം ഫൈസി ഒരു അബദ്ധം പറഞ്ഞപ്പോൾ, ഒന്നല്ല നിരവധി അബദ്ധങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിൽ ഗൗരവകരമായ കാര്യമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷം കൊണ്ട് വെറും 600 പേജാണ് പഠിച്ചത് എങ്കിൽ വാഫികൾ 12,000 പേജുകൾ പഠിക്കുന്നു എന്ന് പറയുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചൊരു നിന്ന അദ്ദേഹം ഉദ്ദേശപൂർവ്വം അല്ലെങ്കിലും വന്നു ചേർന്നിട്ടുണ്ട് എന്ന് പറയുകയും അതിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്തവരാണ് നമ്മൾ. അത് ആ വ്യക്തിയോടുള്ള വിരോധത്തിൻ്റെ പേരിലല്ലായിരുന്നു, ദീനിനോടുള്ള താല്പര്യത്തിൻ്റെ പേരിലായിരുന്നു. ഇതേപോലെ തന്നെ വ്യക്തികൾ എന്നുള്ളത് അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നേതാക്കൾ എന്ന് പറയുന്ന ആളുകളുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അത് ആദർശം എന്ന മാനദണ്ഡത്തിൻ്റെ പേരിൽ മാത്രമാണ്. ഇസ്ലാം ദീൻ, പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, അതിൻ്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്നവർ, അത് ഉറക്കെ പറയുന്നവർ എന്നുള്ള മാനദണ്ഡത്തിൽ മാത്രമാണ്. മറ്റുള്ള ബന്ധങ്ങളൊന്നും നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ പരിഗണനീയമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഖാസിമി പറഞ്ഞത് ഭീമാബദ്ധമായി പോയി. അദ്ദേഹം അതിൽ നിന്ന് ഒന്നുകിൽ മാപ്പ് പറയുകയോ ആ തെറ്റ് തിരുത്തുകയോ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന പ്രസംഗങ്ങളും ഇതുവരെ പ്രസംഗിച്ചിട്ടുള്ള നല്ല നല്ല പ്രഭാഷണങ്ങളും ഒക്കെ നമ്മൾ പ്രചരിപ്പിക്കും. ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ നല്ല എത്രയോ കാര്യങ്ങൾ, വഹാബിസത്തെക്കുറിച്ചും മറ്റും അദ്ദേഹം പഠിച്ചു പറഞ്ഞ വളരെ വിശദമായ പ്രഭാഷണങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയും അതിനൊക്കെ സപ്പോർട്ട് കൊടുക്കുകയും അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്ത ആളായി നമ്മളൊക്കെ. അദ്ദേഹത്തിന് അത് ആവശ്യമില്ല എങ്കിൽ പോലും നമ്മളൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അത് ദീനിന് ഗുണം ചെയ്യും എന്നതിൻ്റെ പേരിലാണ്. നമ്മളിങ്ങനെ സംസാരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കോട്ടം വരുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമേജിനെ അത് ബാധിക്കുമെന്നോ ഒന്നും വിചാരിച്ചിട്ടുമല്ല നമ്മൾ പറയുന്നത്. ദീനിൻ്റെ പേരിൽ മാത്രമാണ്. അങ്ങനെ കോട്ടം വരികയോ വരാതിരിക്കുകയോ ചെയ്യുക അത് നമ്മുടെ വിഷയമേ അല്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബഹാഉദ്ദീൻ നദ്വി ഉസ്താദ് ഒരു കാര്യം പറഞ്ഞപ്പോൾ നമ്മളതിനെ വിമർശിച്ചിരുന്നു. അത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു. എല്ലാ ജനപ്രതിനിധികൾക്കും വൈഫ് ഇൻ ചാർജ് ഉണ്ട് എന്ന പ്രയോഗത്തിനെയും നമ്മൾ നമ്മുടെ ചാനലിലൂടെ വിമർശിച്ചിരുന്നു. അവിടെയും നമ്മൾ നോക്കിയത് ഇസ്ലാമിൻ്റെ ആദർശവും അതിൻ്റെ നിയമങ്ങളും തന്നെയാണ്. മുസ്തഫൽ ഫൈസി പറഞ്ഞ കാര്യങ്ങളിലും വിമർശനം നമ്മൾ ഉന്നയിച്ചിരുന്നു. അവിടെയും നമ്മൾ നോക്കിയത് ഇസ്ലാമിൻ്റെ ആദർശവും പ്രമാണവും തന്നെയാണ്. മറ്റൊരു ബന്ധവും ഇത്തരം നമ്മുടെ നേതാക്കൾ എന്ന് പറയുന്ന ആളുകളുമായിട്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ, ദീനിൻ്റെ വിഷയത്തിൽ നോക്കേണ്ടതില്ല. അതാണ് ദീൻ എന്ന് പറയുന്നത്. അല്ലാതെ ഹക്കീം ഫൈസിക്ക് ഒരു നിയമം, ബഹാഉദ്ദീൻ നദ്വിക്ക് വേറെ നിയമം, റഹ്മത്തുള്ള ഖാസിമിക്ക് വേറെ നിയമം, അങ്ങനെ ഒന്ന് വേർതിരിക്കാൻ നമുക്ക് ദീനിൻ്റെ വിഷയത്തിൽ മാർഗമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കാര്യം റഹ്മത്തുള്ള ഖാസിമി തിരുത്തുമെന്നും അദ്ദേഹം അതിൽ മാപ്പ് പറയുമെന്നും ഖേദിച്ച് മടങ്ങുമെന്നും, മുമ്പൊക്കെ അദ്ദേഹത്തിന് സ്ഖലിതങ്ങൾ വന്നിട്ടുണ്ട്, അതുപോലത്തെ ഒരു സ്ഖലിതമാണ് ഇത് എന്നും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം തിരിച്ചു വരുമെന്നും നമ്മൾ വിചാരിക്കുന്നു. മനുഷ്യന്മാർക്ക് തെറ്റുപറ്റാം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്നതുപോലൊരു മനുഷ്യനാണ് എന്ന കേവലം പൊതുവായ ആ ഒരു കായിക കൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വാദത്തിനെ ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഇവിടെ
സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥം വിരചിതമായിട്ട് വർഷങ്ങളോളമായി, നൂറ്റാണ്ടുകളായി. അത് മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രമാണമാണ്. അത് സ്വഹീഹാണ് എന്ന കാര്യത്തിൽ, അതിൽ യാതൊരു തെറ്റും വന്നിട്ടില്ല എന്ന കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇജ്മാ ഉണ്ട് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ അദ്ദേഹം നടത്തിയ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇത് പരിശുദ്ധമായ ദീനിൻ്റെ പ്രമാണങ്ങളെ തന്നെ പൊളിക്കുന്നതാണ്. വലിയ ഭീമാബദ്ധമാണ്, ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതുമാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമ്മൾ പ്രതികരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇത് പറഞ്ഞത് ഇനി ആരാണെങ്കിലും, ഇത് ഉമർ ഫൈസി പറഞ്ഞാലും ഹമീദ് ഫൈസി പറഞ്ഞാലും ആരാണെങ്കിലും നമുക്ക് ഈ വിഷയത്തിൽ ഇത്രയേ പറയാനുള്ളൂ. ഈ പറഞ്ഞത് ആരാണെങ്കിലും, ഇതൊരു കാസിമി പറഞ്ഞു എന്നതുകൊണ്ട് മാത്രമല്ല നമ്മൾ എതിർക്കുന്നത്, ഇത് പറഞ്ഞത് ആരാണെങ്കിലും അതിനെ നമ്മൾ എതിർക്കും. കാരണം അത് പരിശുദ്ധമായ ദീനിൻ്റെ പ്രമാണത്തെ ചോദ്യം ചെയ്യലാണ്. അത് വലിയ ഭീമാബദ്ധം തന്നെയാണ്. മാത്രമല്ല ഇനി എന്തിനാണത് പറഞ്ഞത് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. എന്തിനാണത് പറഞ്ഞത്? ഇവിടെ യുക്തിവാദികളും മറ്റ് ഫെമിനിസ്റ്റുകളും ആരോപിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. വളരെ പഴകിപ്പൊളിച്ച ആരോപണം, അവർ തന്നെ ഉപേക്ഷിച്ച ആരോപണം. എന്താണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത് 9ാമത്തെ വയസ്സിലാണ്. അത് വലിയൊരു അപരാധമാണ്, ചെറിയ പെൺകുട്ടിയെ വിവാഹം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഈ വാദങ്ങളൊക്കെ ഉപേക്ഷിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ആദ്യം വിവരമില്ലാത്തതൊക്കെ പറയുകയും പിന്നെ ചരിത്രം അങ്ങ് ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോൾ ഇവർക്കൊക്കെ അതിൽ നിന്ന് ഒളിച്ചോടി പോകേണ്ടി വരികയും ചെയ്തു എന്ന് മാത്രമല്ല, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിലൊന്നും ആരോപണം ഉന്നയിക്കുന്നതിൽ ഒരു കഴമ്പുമില്ല എന്ന് അറിയപ്പെട്ട ഇന്നത്തെ യുക്തിവാദികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ചരിത്രം വളരെ വ്യക്തമാണ്. കാരണം ഇന്ത്യയുടെ ചരിത്രം തന്നെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് നാം വാഴ്ത്തി പറയുന്ന മഹാത്മാഗാന്ധിജി, അദ്ദേഹം വിവാഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ പത്നിയായ കസ്തൂർബ ഗാന്ധിയെ വിവാഹം ചെയ്യുന്നത് 13ാമത്തെ വയസ്സിലാണെന്നും അതിൻ്റെ താഴെ ആണെന്നുമൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ നോക്കൂ നിങ്ങൾ, സത്യേന്ദ്രനാഥ് ബോസ്, അദ്ദേഹം വിവാഹം ചെയ്യുന്നത് പത്നി ഉഷാവതിയായിരുന്നു, പ്രായം 11 വയസ്സായിരുന്നു. ഈ സത്യേന്ദ്രനാഥ് ബോസ് എന്ന് പറയുന്ന ആൾ ഒരു ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു. ഇതൊക്കെ ഇന്ത്യയിൽ കഴിഞ്ഞ കാലത്ത് അറിയപ്പെട്ട ആളുകളാണ്. അതുപോലെ ശ്രീനിവാസ രാമാനുജൻ പ്രഗത്ഭ ഗണിത ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം വിവാഹം ചെയ്യുന്നത് പത്നിക്ക് 10 വയസ്സായിരുന്നു പ്രായം. ജാനകി അമ്മാൾ എന്നായിരുന്നു അവരുടെ പേര്. ഇനി നോക്കൂ നിങ്ങൾ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധനായ ഹിന്ദുമത ആചാര്യൻ, അദ്ദേഹം വിവാഹം ചെയ്യുന്നത് ശാരദാബായിയാണ്. പ്രായം എത്ര അറിയാം നിങ്ങൾക്ക്? 5 വയസ്സ്. വെറും 5 വയസ്സുള്ള ശാരദാബായിയാണ് വിവാഹം ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ മലയാള മനോരമ എന്ന് പറയുന്ന പത്രം ഉണ്ടല്ലോ, ഈ പത്രത്തിൻ്റെ ഉപജ്ഞാതാവ്, അതിൻ്റെ സ്ഥാപകൻ മാമൻ മാപ്പിള എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം കുട്ടിയമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പത്നിയെ വിവാഹം ചെയ്യുന്നത് വെറും 10 വയസ്സിലാണ്. ഇങ്ങനെ അങ്ങോട്ട് താഴോട്ട് എണ്ണിയാൽ ഒരുപാട് പട്ടിക തന്നെ ഉണ്ട്. കാരണം ഇതൊക്കെ അന്നത്തെ കാലത്ത് ഒരു വിഷയമേ ആയിരുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഉള്ള ഒരു സ്വാഭാവികമായിരിക്കുന്ന നടപടികളായിരുന്നു. അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ എത്ര ആരോപണങ്ങൾ അന്നത്തെ ശത്രുക്കൾ ഉന്നയിച്ചു. ആ കൂട്ടത്തിൽ ഈ ആരോപണമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 വയസ്സിൽ ആയിഷ ബീവിയെ വിവാഹം ചെയ്തു എന്ന് അന്നത്തെ ശത്രുക്കൾ പോലും ആരോപിച്ചിട്ടില്ല. കാരണം അന്നത് ആ നാട്ടിലെ സ്വാഭാവികമായിരിക്കുന്ന നടപടിയായിരുന്നു, രീതിയായിരുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്തും 10-20 വർഷങ്ങൾക്ക് മുമ്പ് പോലും പകുതിയും നടന്നിരുന്ന ശൈശവ വിവാഹമാണ്. 50% ശൈശവ വിവാഹമാണെന്നും 100 വർഷങ്ങൾക്കപ്പുറത്ത് 100%-ഓളവും ഇന്ത്യയിൽ നടന്നിരുന്നത് ശൈശവ വിവാഹമാണെന്നും ചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അന്നത്തെ കാലത്ത് അതൊരു ജനങ്ങളുടെ ഇടയിൽ തന്നെ അതൊരു തെറ്റേ അല്ല, അതൊരു വിമർശിക്കപ്പെടേണ്ട കാര്യമല്ല, എല്ലാവരും ചെയ്യുന്ന കാര്യമായിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം 18 ആക്കിയപ്പോൾ ഇന്ന് അതിനെ വിമർശിക്കുന്ന ഈ അല്പന്മാരായിരിക്കുന്ന യുക്തിവാദികൾക്ക് വേണ്ടി എന്തിനാണ് നമ്മുടെ ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുക എന്ന് പറയുന്ന പോലെ പ്രമാണങ്ങളെ നമ്മൾ തള്ളിപ്പറയേണ്ട കാര്യം എന്താണ്? സ്വഹീഹുൽ ബുഖാരിയെ നമ്മൾ തള്ളിപ്പറയേണ്ട കാര്യം എന്താണ്? ഞാനീ പറയുന്ന റഹ്മത്തുള്ള കാസിമിയെ വിമർശിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ ചെരുപ്പെടുക്കാൻ പോലും നമ്മളൊന്നും യോഗ്യരല്ല വൈജ്ഞാനികമായിരിക്കുന്ന കാര്യത്തിൽ. വിജ്ഞാനത്തിൻ്റെ അളവനുസരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ചെരുപ്പെടുക്കാൻ പോലും നമ്മൾ യോഗ്യരല്ല. പക്ഷേ ഈ പറഞ്ഞത് അബദ്ധമാണ് എന്ന് പറയാതെ നിർവാഹമില്ല. മാത്രമല്ല, ഇത് മാത്രമല്ല, നിരവധി അദ്ദേഹത്തിൻ്റെ വോയിസുകളും മറ്റൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൊക്കെ സമസ്തയുടെ സംവിധാനങ്ങളെയൊക്കെ ജനങ്ങളിൽ അതിൻ്റെ മതിപ്പ് നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉള്ള സംസാരങ്ങൾ അദ്ദേഹം കുറച്ച് കാലങ്ങളായി നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നേതാക്കൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അദ്ദേഹം കുറ്റസമ്മതമൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. പക്ഷേ ഇത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാത്ത കാലത്തോളം ജനങ്ങൾ ഇതിലൊക്കെ ഇൻഫ്ലുവൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. ദീന് പറയുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ വ്യക്തികൾക്ക് പ്രസക്തിയേ ഇല്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.